ഹായ്, വെൽക്കം ടു സുമി ടോക്കീസ്. അപ്പോൾ നമ്മളുടെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം ഇന്നലെ കണ്ടു. തുടക്കത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ SF-ലും വളരെ ആവറേജ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. വിസ്മയെ ഇങ്ങനെ ലോഞ്ച് ചെയ്യിപ്പിക്കുക, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് സിനാരിയോസൊക്കെ ഇങ്ങനെ ശരിക്കും ഒരുക്കി കൊടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ അതിലേക്ക് അവരെ പ്ലേസ് ചെയ്യുക, ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുക, അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടൊരു എൻഡ് വരെ കൊണ്ടുപോവുക. ഇതാണ് നമ്മുടെ ജൂഡ് ആൻ്റണി ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ല, സിനിമയുടെ ഒരു പർപ്പസും അതാണല്ലോ, അപ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഒരു സക്സസ് ആണ്. അപ്പോൾ അതങ്ങനെ തന്നെ പോകുന്നു. വേറെ രീതിയിൽ ഇപ്പോൾ കഥേനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കഥയില്ലായ്മയാണ് സിനിമ. പക്ഷേ ഒരു ത്രെഡായിട്ട് നിൽക്കുന്നത് പെൺകുട്ടികൾക്കെതിരെയുള്ള അബ്യൂസ്, അതിനെതിരെ എടുക്കേണ്ട ഒരു സെൽഫ് ഡിഫെൻസ്, ആ ഒരു മോഡാണ്, ഒരു മെസ്സേജാണ് സിനിമ തരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ വിസ്മയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ നമ്മൾ ഒരു വളരെ ഫോറിൻ ഫീലാണ്. കാരണം വിസ്മയെ ഇങ്ങനെ ലോഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഫില്ലേഴ്സായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, അവർക്കൊന്നും ഒരു റോളോ എന്തെങ്കിലും ഇമ്പോർട്ടൻസോ സിനിമയിലില്ല. പക്ഷേ ആളുകൾ വേണമല്ലോ സിനിമ മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു ഫോറിൻ ഫീലാണ്. അതായത് ആദിത്യലക്ഷ്മി ശബ്ദം കൊടുത്തുള്ള കുട്ടി അതിൽ അഭിനയിക്കുന്നുണ്ട്. ശബ്ദം നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വിസ്മയ്ക്ക്. അതൊരു നല്ല ഒരു ചോയ്സാണ്. പക്ഷെ നമുക്കൊരു ഓർഗാനിക് ഒരു ഫീല് കിട്ടണ്ടേ, ഒരു കണക്റ്റ് കിട്ടണ്ടേ, അത് വരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ മിഡ് വേ ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആവുന്നു. ടുവേർഡ്സ് എൻഡ് ആക്ഷൻ വരുമ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഈ സിനിമയിൽ. പിന്നെ അടുത്ത ലോഞ്ച് എന്ന് പറയുന്നത് ആശിഷ് ആൻ്റണി ആണല്ലോ. അപ്പോൾ ആശിഷിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു മ്യൂട്ടഡ് ഒരു റോളാണ്. ആൾക്കങ്ങനെ ഡയലോഗ്സ് ഇല്ല, പക്ഷേ ഒരു എക്സ്പ്രഷൻസിലൂടെ, വളരെ റോ ആൻഡ് റഫായിട്ടുള്ള എക്സ്പ്രഷൻസിലൂടെ ഒരു വില്ലനെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ടാസ്ക്കാണ്. അത് അത്യാവശ്യം നന്നായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. ആളൊരു ആക്ടർ ഉണ്ടെന്നാണ് ഫീൽ ചെയ്തത്. സ്ക്രീൻ പ്രസൻസിലും ഇങ്ങനെ ആ ഒരു ഷോട്ടുകളിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെ പിന്നീട് ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്ക് പറയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അതിൽ വിസ്മയുടെ കാര്യത്തിലത് ഇങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിസ്മയ കുറച്ച് അമച്വറിഷ് ആയിട്ട് തന്നെയാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. ഇനി ഇതിൽ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും പറയാനിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫില്ലർ ക്യാരക്ടേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഫിലിമാണല്ലോ നോക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു പോലീസ് സ്റ്റേഷൻ, അതിൽ അതൊരു ഉണ്ടാക്കിയൊരു സിറ്റുവേഷനാണ്. അതിൽ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഫോഴ്സ് സംഭവം പോലെ തോന്നും. അതിൽ വരുന്ന ക്യാരക്ടേഴ്സിൽ വളരെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സുള്ള കുറച്ച് പോലീസുകാരുടെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാക്കി വയ്ക്കാമെന്ന് പറയില്ലേ, അങ്ങനെ ശരിക്കും ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജാഫർ ഇടുക്കി, മനോജ് കെ ജയൻ, ജിലു, ജിബിൻ ഗോപിനാഥ്, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അവരെക്കുറിച്ചൊന്നും, എല്ലാം വളരെ യൂഷ്വൽ റോൾസാണ്. നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കോമ്പിനേഷനിൽ. പിന്നെ മനുഷ്യനൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല പരിചയമുള്ള, പണ്ടൊക്കെ കണ്ട് പരിചയിച്ച ഒരു സംഭവം തന്നെ. ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കൊണ്ടുവരുന്നതൊക്കെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. വളരെ വളരെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നൊരു സംഭവമാണ് അതൊക്കെ. പിന്നെ ടി ജി രവി, ഗണേഷ്, കോട്ടയം രമേശ്, ജയ കുറുപ്പ്, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചെയ്യാമെന്നൊക്കെ ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ സിനിമ ഇങ്ങനെ മുന്നോട്ടിങ്ങനെ പോകുന്നു. വളരെ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ഫാസ്റ്റായിട്ട് പോയി എന്നൊക്കെ പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. പേഴ്സണലി എനിക്ക് അങ്ങനെ അല്ലായിരുന്നു എക്സ്പീരിയൻസ്. നല്ല ഡ്രാഗ് ചെയ്തിട്ടാണ് പോയത്. ഒന്നും നടക്കുന്നില്ല, ഇങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ് ഈ സംഭവം. പിന്നെ ഈ സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ആക്ച്വലി കൊണ്ടുവരുന്ന ഈ ഒരു വില്ലനിസം എന്ന് പറയുന്ന സംഭവം, അതായത് ഒരു ഓപ്പോസിറ്റ് നടക്കുന്ന കാര്യങ്ങൾ ഉണ്ട്, അത് ഒക്കെ വളരെ ഫോഴ്സ്ഡാണ്. നമുക്ക് ഒരു ഫീലും വരില്ല, ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് തോന്നുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏരിയ ഒക്കെ വളരെ വീക്കാണ് സിനിമയിൽ. പിന്നെ ടുവേർഡ്സ് എൻഡിൽ ഈ ഒരു മെസ്സേജ്, നമ്മൾ ഈ സിനിമയുടെ ത്രെഡ് പറഞ്ഞ ആ ഒരു സെൽഫ് ഡിഫെൻസ് മെസ്സേജിലേക്കൊക്കെ എത്തിക്കുന്നതിന് മുൻപ് ഒരു സംഭവം
ക്രിയേറ്റ് ചെയ്യുന്നു. ആ സംഭവത്തിൽ കുറച്ചൊരു സ്ലൈറ്റ്ലി ഡിപ്രസ്ഡ് ആവുന്ന വിസ്മയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇറ്റ്സ് ടോട്ടലി ഫോഴ്സ്ഡ്. നമുക്കത് ഒരു നിലയ്ക്ക് നമുക്കത് ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നേ ഇല്ല. അങ്ങനെയാണ് വിസ്മയ അതിൽ ഇതാക്കി അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ സായികുമാറാണ് അച്ഛൻ. സായികുമാറിന് അതൊരു കേക്ക് ബാക്ക് റോളാണ്, ആളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ എങ്ങനെ പോകുന്നു, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വേറെ ഒന്നും എന്തെങ്കിലും സിനിമയിൽ നിന്ന് എടുത്ത് പറയാനുണ്ടായാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ, എന്നൊരു സംഭവം ഇല്ല. പിന്നെ ഇതിൽ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് 3 പേരാണ്, ലിനീഷ്, അഖിൽ, അതുപോലെ ജൂഡും ഉണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമുക്കങ്ങനെ എടുത്ത് പറയാനൊന്നുമില്ല സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ. ഡിറക്ഷൻ ആയാലും അതെ, വളരെ വളരെ നോർമൽ, വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവം. പാക്കേജിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പാക്കേജ് പോലും അത്ര ഒരു നന്നായിട്ട് വർക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫാമിലിക്ക് പോയി കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് ഓഫ് കോഴ്സ്. പക്ഷേ കാണാൻ എന്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ വിസ്മയ മോഹൻലാലിൻ്റെ ലോഞ്ച് കാണുക എന്നുള്ളതാണ് സിനിമയുടെ ഒരു പർപ്പസ്. അപ്പോൾ അത് മാത്രം മനസ്സിലാക്കി, അത് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൽ വേറെ കൂടുതലായിട്ട് ഈ സിനിമയെ കുറിച്ച് എന്ത് പറയാൻ, ടെക്നിക്കലി ജെക്സ് നന്നായിട്ട് കുഴപ്പമില്ല, ജെക്സിൻ്റെ ഇതാണ്. വളരെ ഒട്ടും എനർജി ഇല്ല സിനിമയ്ക്ക്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ചൊരു എനിക്ക് ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ലാഗായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ അതിനൊരു ചെറിയൊരു എനർജി കൊണ്ടുവരുന്നത് ഈ ഒരു മ്യൂസിക്കാണ്. പിന്നെ ജോമോൻ്റെ ഇൻഡോർ ഷോട്ടുകൾ കൊള്ളായിരുന്നു, കുറച്ച് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി നൈറ്റ് ഷോട്ട്സൊക്കെ. അതിൽ തന്നെ എനിക്ക് ആ ഒരു നമ്മുടെ ആശിഷിനെ കൊണ്ടുവരുന്നൊരു തിയേറ്റർ ഷോട്ട് കണ്ടപ്പോഴേ ഹിന്ദി വെബ് സീരീസ് നന്നായിട്ട് ജൂഡിനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത പോലെ തോന്നിയത്. കാരണം ഔട്ട് ഓഫ് ഡേറ്റ് ആണ് ആ ഒരു തിയേറ്റർ ഷോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്നൊരു ഷോട്ടായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ ഇത് 70s-ലും 80s-ലും ക്രൈം സീരീസുകളൊക്കെ ഹിന്ദിയിൽ വരുന്നതെന്ന് കറക്റ്റ് പിക്ക് ചെയ്തൊരു ഷോട്ട് പോലെ തോന്നി. ബാക്കി പിന്നെ ഔട്ട്ഡോറൊന്നും നമുക്ക് പറയാനൊന്നുമില്ല, ഇറ്റ്സ് ഓൾ വെരി യൂഷ്വൽ ഷോട്ട്സ്. അങ്ങനെ പോകുന്നു. പിന്നെ ചമൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് ലാസ്റ്റ് ഷോട്ടിലാണ് ഇഷ്ടപ്പെട്ടത്. അവിടെയാണ് ശരിക്കും നമുക്ക് വിസ്മയിക്കും ഒരു മാർക്ക് കൊടുക്കാനുള്ളത്. ഒരു 10-15 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത് ആക്ഷൻ സീക്വൻസ് നന്നായി ചെയ്തിട്ടുണ്ട്. അവർ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ചമൻ ചാക്കോയുടെ എഡിറ്റിങ്ങിൻ്റെ മറിമായങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഫിസിക്കൽ എഫേർട്ട് ഇല്ലാതെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് വിസ്മയം. വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ഈ പറഞ്ഞ പോലെ ഒരു ലോഞ്ച് പാഡ് പോലെ വർക്ക് ചെയ്യുന്നൊരു സിനിമ. നിലവിൽ ഈ സിനിമയെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. പിന്നെ അടുത്തത് ഒബ്വിയസ്ലി മോഹൻലാലിൻ്റെ ക്യാമിയോ അല്ലേ. മോഹൻലാലിൻ്റെ ക്യാമിയോ എന്ന് പറയുന്നത് എനിക്ക് മൂപ്പരെ ലുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കറുത്ത ജുബ്ബ, നല്ല ഒരു മാല, അങ്ങനെയൊക്കെ വന്ന് ഒരു യൂത്ത് വൈബ് ലുക്കിലുണ്ട്. പിന്നെ പറയുന്നതിലൊന്നുമില്ല, ഒരു മോട്ടിവേഷൻ സംഭവമാണ്. കുറച്ച് ഓവർ ഡോസിനാണ് മോട്ടിവേഷൻ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ കുറച്ച് ഒരു ആക്ഷനൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പിന്നെ മോഹൻലാലിന് ചെയ്യാൻ പറ്റുന്ന, നമ്മളത് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കുക, എന്താ പറയുക, മോഹൻലാൽ ചെയ്യാൻ പറ്റാത്തൊരു സാരമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇറ്റ്സ് എ യൂഷ്വൽ തിങ്. അങ്ങനെ പോകുന്നു. വേറെ സിനിമയിൽ ഗണേശൊക്കെ ഉണ്ട് കേട്ടോ. ഗണേശനൊക്കെ തമാശയാണ് ഗണേശൻ്റെയൊക്കെ അവസ്ഥ ഈ സിനിമയിൽ. TG രവിയൊക്കെ ഉണ്ട്, പൗളി, അവർ അഭിനയൊന്നുമില്ല, അവർക്കൊന്നും പറയാനായിട്ട് നമുക്കൊന്നുമില്ല. ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചിപ്പീനെ കുറിച്ച് ആലോചിച്ചു കേട്ടോ. ചിപ്പിയുടെ കുറച്ച് ഷോർട്സ് ഉണ്ട്. ചിപ്പിയൊക്കെ എത്ര കാലമായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ടല്ലേ, എന്തെങ്കിലും ഒരു ചേഞ്ച് അങ്ങനെ സ്വയം തന്നെ മനുഷ്യർക്ക് തോന്നില്ലേ? ഒരു ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുമ്പോൾ എത്ര പോലും നമ്മൾ ഈ സെയിം എക്സ്പ്രഷൻ കണ്ടുകൊണ്ടിരിക്കും. സംഭവം നമ്മൾ സിനിമയിൽ ഇപ്പോൾ ചിപ്പിയെ കാണാറില്ല, പക്ഷെ എന്തായാലും വരുമ്പോൾ നമ്മളൊരു പ്രതീക്ഷിക്കില്ലേ, അങ്ങനെ ഒരു സംഭവമില്ല. അതിന് രശ്മി മോഹനൊക്കെ എന്തോ ചെറിയ ഷോട്ടിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പോകുന്നു സിനിമ. പ്രത്യേകിച്ച് ഇങ്ങനെ പോയി എൻഡ് ചെയ്യുന്ന ഈ ഒരു ആക്ഷനോടുകൂടി ആ ഒരു പഞ്ചിൽ എൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. മെസ്സേജ് ജൂഡിന് പറയാനുള്ളൊരു മെസ്സേജൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന് നമുക്ക് ബേസ് ചെയ്ത ഇൻസിഡൻസ് ഒന്നും നമ്മളെ അതിൽ ഈ ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹീറോയിൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫോഴ്സ്ഡ് സംഭവമാണ്. അതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയില്ല. ഒബ്വിയസ്ലി ആക്ഷൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ പറയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.